ശ്രീ ശിവനാണ്, ചമ്പക്കുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവൻ, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടാൻ പോകുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്, ഇടത്തരക്കാരും സാധാരണക്കാരുമായ മനുഷ്യരാണ്. മറ്റ് സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. ഈ വിലക്കയറ്റത്തിന്റെ കാലത്തിലേക്കാണോ ഇനി നമ്മൾ പോകുന്നത്? താങ്ക് യു സാർ. ഇത്ര കാലം കൊണ്ട് വിളിച്ചിട്ട് കിട്ടിയതാ. ശരി, ഓക്കെ. ശിവൻ സ്ഥിരമായി വിളിക്കാറുണ്ടോ? നമ്മളൊക്കെ വിളിക്കാറുണ്ട്, ദിവസവും വിളിച്ച് 1 മണിക്കൂർ വിളിച്ചിട്ട് കിട്ടാതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും തുടർച്ചയായി വിളിക്കും, ഇനിയും കിട്ടും. ഓക്കെ സാർ. സാറേ, ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാലം കിടക്കൂളം നാരായണ. പാലം കടന്നു കഴിയുമ്പോൾ പിന്നെ കൂരായണ. ഇനിയിപ്പോ ഇലക്ഷനും എല്ലാം കഴിഞ്ഞു. സംസ്ഥാന തലത്തിലുള്ള ഇലക്ഷനും ഇല്ല, കേന്ദ്ര ഇലക്ഷനും ഇല്ല, ഇനിയെല്ലാം കൂരായണ. ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ ജനങ്ങൾ തിരിച്ചറിയണം. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. സാധാരണക്കാരന്റെ ഒരു കാര്യവും സൃഷ്ടിക്കാത്ത ഈ ആളുകള് മേലിൽ ഈ അധികാര സ്ഥാനത്ത് വരാത്ത രീതി സ്വീകരിക്കുക എന്നുള്ളത് ജനങ്ങളുടെ കടമയാണ്. അതുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. തങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പാലം കടക്കുവോളം നാരായണ, അത് കഴിഞ്ഞാൽ പിന്നെ കൂരായണ. കുഞ്ഞാലിയാണ് വയനാട് നിന്നും. ശ്രീ കുഞ്ഞാലി, ഈ ഇന്ധനവില കൂടിയാൽ സ്വാഭാവികമായും സർവ്വ സാധനങ്ങളുടെയും ഏത് സാധനം എന്നൊന്നുമില്ല, പച്ചക്കറി ആയാലും പലവ്യഞ്ജനമായാലും ഇനി മറ്റ് ഏതെങ്കിലും സ്പെയർ പാർട്സ് മേടിച്ചാൽ അതിൻ്റെ അടക്കം എല്ലാത്തിൻ്റെയും വില കൂടും. അത് കൂടുന്നത് ഇതിൻ്റെ ആനുപാതികമായിട്ടൊന്നും ആയിരിക്കില്ല, വലിയ കൂട്ടലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത്തരമൊരു കാലത്തിലേക്കാണോ നമ്മൾ നീങ്ങുന്നത്? നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. സാറ് പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം നമ്മുടെ സംസ്ഥാനമോ ആയിരിക്കുന്നാലും കേന്ദ്രമായിരുന്നാലും നമുക്ക് സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഒരു കൂലിപ്പണി എടുക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വളരെ വിഷമമാണ്. കാരണം അത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നമ്മുടെ സോമാലിയിൽ മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കേൾക്കുന്ന പട്ടിണി മരണവും തുടങ്ങിയതൊക്കെ ഭാവിയിൽ കൂടുതൽ വിദൂരമല്ലാതെ നമ്മുടെ നാട്ടിലും കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. കാരണം ഏത് മേഖലയിൽ ഇപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ സാധാരണക്കാർക്ക് ഇന്ന് ഒരു ഹോസ്പിറ്റൽ ബില്ലാണെങ്കിലും പച്ചക്കറി മറ്റുള്ള പലചരക്ക് ഏത് സംവിധാനവുമായിട്ട് പോയാലും നമുക്കൊക്കെ ഒന്ന് ഒരു ജീവിതത്തിൽ ഒരു ദിവസം ശരാശരി ഞാനൊക്കെ ഒരു ദിവസം 1000 രൂപ വരെ സമ്പാദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നിങ്ങൾ ഇത്തരം ഒരു വിഷയം മുന്നോട്ട് വെച്ചതും എന്തുകൊണ്ടും സ്വാഗതം അർഹിക്കുന്നതാണ്. ഇതിന് മുമ്പത്തെ ഒരാട് സംസാരിച്ചതുപോലെ തന്നെ രാജ്യവ്യാപകമായി പ്രക്ഷോഭം ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞത് മാതിരി സാധാരണക്കാർ, ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ അവര് നമ്മുടെ മുമ്പിലേക്ക് എത്തും, പല വാഗ്ദാനങ്ങളും ചെയ്യും. നേരത്തെ മറ്റേ ആട് പറഞ്ഞതുപോലെ നമുക്ക് അവർക്ക് നേട്ടങ്ങൾക്ക് വേണ്ടി അവർ നമ്മുടെ ഒരു പാവയായി ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊക്കെ അവർ വലിച്ചെറിയുന്ന സ്വഭാവം. എന്ത് പറഞ്ഞാൽ ഈ സാധാരണക്കാര് നമ്മുടെ ഈ രാജ്യത്ത് പിന്നെ ജീവിക്കാൻ വളരെ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായി പോയി കഴിഞ്ഞാൽ ഈ പാൽ വില കൂടുമ്പോൾ സ്വാഭാവികമായും ക്ഷീര കർഷകർക്ക് വളരെ പ്രയാസമാണ്. പശുവിനെ വളർത്തിയൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴത്തെ പാൽ വിലയിൽ അവർക്ക് ജീവിതം മെച്ചപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കാര്യമായ ലാഭമൊന്നും അതിൽ നിന്ന് കിട്ടാനില്ല. നമ്മൾ വിചാരിക്കും 4 രൂപ ലിറ്ററിന് കൂടുമ്പോൾ സ്വാഭാവികമായും അതിലൊരു 2-3 രൂപയെങ്കിലും ഈ കർഷകന് കിട്ടില്ലെന്ന്. പക്ഷേ സ്വാഭാവികമായും ഉണ്ടാകുന്ന എപ്പോഴും അങ്ങനെയാണ്. പാൽ വില കൂട്ടും, തൊട്ട് പിന്നാലെ കാലിത്തീറ്റയുടെ വിലയും കൂട്ടും. ഇപ്പോൾ ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെയൊക്കെ വില കൂടാൻ പോവുകയാണെങ്കിൽ കാലിത്തീറ്റ വില ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും കൂടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുകയില്ല, എന്നാൽ സാധാരണക്കാർക്ക് അവരുടെ ജീവിത ചെലവ് ഏറുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഇനി രാഷ്ട്രീയക്കാരൊന്നും അക്കാര്യത്തിൽ വലിയ വേവലാതിപ്പെടുകയുമില്ല. ഇത് ഒരു കഠിനമായി പോയി. ഞാൻ മോദിനെ അനുകൂലിക്കുന്ന ആളായിരുന്നു പൊതുവെ. പക്ഷെ ഇത് നമ്മളെ കാരണത്തെ ആഞ്ഞടിക്കുവാൻ ഇപ്പൊ എക്സിറ്റ് പോള് പോലെ ഈ 6:30 മണി വരെ എക്സിറ്റ് പോള് നിരോധിച്ചു ഇലക്ഷൻ കമ്മീഷൻ. 6 മണിക്ക് ശേഷം എക്സിറ്റ് പോള് പുറത്തു വിടാം. അതേപോലെ ഇത് എക്സിറ്റ് പോളായി പോയി. ഇലക്ഷൻ കഴിയുന്നവരെ കാത്തു നിന്നിട്ട് 993 ഉറുപ്പിക തരുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വയസ്സാണ്. അത് മാത്രമല്ല, ഇപ്പോ ഗാർഹിക സിലിണ്ടർ ഇവര് പറയുന്നത് ഇപ്പൊ ഈ പ്രത്യേക സാഹചര്യത്തിൽ ക്ഷാമം ഉണ്ടാകും, നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവര് പറയുന്നത് 45 ദിവസം കഴിയുമ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ബുക്ക് ചെയ്യാന്ന് പറയുന്നത്. ഞാനിപ്പോ ഇന്ന് 63ാമത്തെ ദിവസം. യുദ്ധം തുടങ്ങുന്ന അന്ന് 28-ാം തീയതി ഞാൻ ഒരു സിലിണ്ടർ നിറച്ച. അതിനുശേഷം ഈ 45 ദിവസം കഴിഞ്ഞാലും ഞാൻ ഈ 18 ദിവസമായിട്ടും എല്ലാ പ്രാവശ്യവും ദിവസം 2-3 വിളിക്കുന്നുണ്ട്. അത് ബുക്കിംഗ് ആകുന്നില്ല. അപ്പൊ ഇനിയിപ്പോ 50 രൂപ അതിനും കൂട്ടുന്ന പറയുന്നത്. ഏതായാലും ഈ പാലിന്റെ വില ഞാനും അംഗീകരിക്കും. കാരണം 4 രൂപ വെച്ചാല് ഒരു പാൽ ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചൊരു ഒരു വിഷമത്തിനാണ്. കാര്യം
ഒരു വല്ലാതെ ബുദ്ധിമുട്ടാണ് ഈ സമയത്തൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ പാലിന് നമുക്ക് 4 ഉറുപ്പ്യ, ഞാനിപ്പോൾ എല്ലാ ദിവസവും 1 ലിറ്റർ പാൽ എല്ലാ ദിവസവും വാങ്ങിക്കുന്നതാണ്. എനിക്ക് അന്യം ബാധിക്കും. എന്നാലും സാരമില്ല, അതൊരു ഒരു പരി 993 ഉറുപ്പ്യ ഒരു ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് BJP ഗവൺമെന്റ് മോദിയോട് പറയാനുള്ളത്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ വെറും ഒരു പുല്ലനായി കഴിഞ്ഞ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനുള്ള കേരളം. ശരി, ദാസനാണ് പ്രതികരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.